പിന്നെ ഇതിൽ എന്നെ വളരെ നിരാശപ്പെടുത്തിയ ഒരാൾ, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുമ്പ് നിരാശപ്പെടുത്തിയ ഒരാൾ ശശി തരൂര. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വായനക്കാരനായിരുന്നു. പണ്ടേ ഞാൻ ശ്രദ്ധിച്ച ഒരാൾ, അത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ. കാരണം അദ്ദേഹം ഹിന്ദുവിലൊക്കെ കോളം എഴുതിയിരുന്നു. പിന്നെ ഒരു മലയാളിയാണ് എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വളരെ സുന്ദരനാണ്, വളരെ മധുരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് സംസാരിക്കും, പല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അദ്ദേഹം കുറച്ചു കാലമായിട്ട് പെരുമാറുന്നത് മുഴുവൻ വളരെ അപകടം പിടിച്ച രീതിയിലാണ്. എൻ്റെ ധാരണ അനുസരിച്ച് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി UDF സാധ്യത ഉണ്ടാവുമായിരുന്നു. കാരണം മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾക്കൊക്കെ സമ്മതനായ ഒരാളാ ശശി തരൂർ. ശശി തരൂരിന്റെ കയ്യിലേക്ക് കൊടുക്കാത്തത് മറ്റു കോൺഗ്രസ്സുകാരാണ്. അതെ, അടുപ്പിക്കുന്നില്ല. അല്ല മറ്റൊരു മതിയായിരുന്നേന്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് 3 തവണ തിരുവനന്തപുരത്ത് അദ്ദേഹം ലോക്സഭയിലേക്ക് പോയില്ലേ. ഇനി അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിക്കുമോ അറിഞ്ഞൂടാ എനിക്ക്. ഇപ്പോൾ അത് എവിടെയാണെന്ന് സംശയം ആർക്ക്? നമുക്കല്ല, അദ്ദേഹത്തിന് സംശയം. ഇപ്പോൾ PM ശ്രീ എന്നുള്ള കരാറിൽ ഒപ്പിട്ടതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നു. അനവധി ഘട്ടങ്ങളിൽ സ്വന്തം പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്കിനെയും അപകടത്തിലാക്കുന്നുണ്ട് അദ്ദേഹം. ഒന്നുകിൽ BJP അനുകൂലമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹം എന്ന് തോന്നിക്കുന്നു. അത് ഏത് പാർട്ടിയാണ് എന്ന്